ഒരു 7 ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് കരിമംഗല്യം അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് കരിമംഗല്യം മാറുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് കരിമംഗല്യം ഒന്നും ഇല്ലല്ലോ എന്നല്ലേ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് കവിളിൽ നന്നായിട്ട് കരിമംഗല്യം ഉണ്ടായിരുന്നു, നല്ല പിഗ്മെൻറ്റേഷൻ ആയിരുന്നു. അവളിത് യൂസ് ചെയ്തിട്ട് ഒരു 7 ഡേയ്സ് കൊണ്ട് തന്നെ നന്നായിട്ടൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ്. അതേപോലെ തന്നെ നമുക്കറിയാം കരിമംഗല്യം ഒറ്റ ദിവസം കൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കുവാനായിട്ട് പറ്റത്തില്ല. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സിലൂടെ മാത്രമേ മാറ്റിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് ഒരു മാസമെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു പിഗ്മെൻറ്റേഷൻ്റെ കളർ ഒന്ന് ചേഞ്ചായി അത് മങ്ങി മങ്ങി വന്ന് ഒരു 3 മാസമെങ്കിലും എടുക്കും ഇത് പൂർണ്ണമായിട്ടൊന്ന് മാറിക്കിട്ടുവാനായിട്ട്. അപ്പം സാധാരണയായിട്ട് കരിമംഗല്യം കാണപ്പെടുന്നത് ഒന്നുകിൽ നമ്മുടെ കവിളുകളിൽ കാണും, അല്ലെങ്കിൽ നെറ്റിയുടെ സൈഡിൽ വരും, അല്ലെങ്കിൽ മൂക്കിൽ വരും, അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൽ വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് സാധാരണയായിട്ട് കരിമംഗല്യം കാണപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ഫേസ് മസാജ് കൊടുക്കും. അത് ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫേസ് മസാജ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിഗ്മെൻറ്റേഷൻ എവിടെയാണോ അവിടെ കൂടുതലായിട്ട് റബ്ബ് ചെയ്ത് നമ്മൾ മസാജ് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ലെയറായിട്ട് ഇതേ ഫേസ് പാക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങളിത് ഡെയിലി ചെയ്യണം. ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു 7 ഡേയ്സ് കൊണ്ട് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് നിങ്ങൾക്ക് പറ്റുകയുള്ളൂ. അതേപോലെ നിങ്ങൾക്കത് ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു 7 ദിവസം വരെ നിങ്ങൾക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം നമ്മൾ തലേന്നത്തെ കഞ്ഞിവെള്ളമാണ് വേണ്ടത്. എന്ന് വെച്ചാൽ പുളിച്ച കഞ്ഞിവെള്ളമാണ് നമുക്ക് വേണ്ടത്. പുളിച്ച കഞ്ഞിവെള്ളം എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ഏത് ചോറാണോ വെക്കുന്നത് ആ ഒരു ചോറിൻ്റെ കഞ്ഞിവെള്ളം എടുത്താൽ മതി. ചിലരുടെ വീട്ടിൽ വൈറ്റ് റൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലരുടെ വീട്ടിൽ കുത്തരി കൊണ്ടുള്ള റൈസ് ആയിരിക്കും വെക്കുക. അപ്പോൾ ഏതിൻ്റെ ആണോ ആ ഒരു കഞ്ഞിവെള്ളം എടുത്തിട്ട് തലേന്ന് തന്നെ എടുത്തു വയ്ക്കുക. പിറ്റേന്നാണ് നമ്മളിത് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പച്ചമഞ്ഞളാണ്. പച്ചമഞ്ഞൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളല്ല, നമ്മൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചമഞ്ഞൾ ഉണങ്ങി പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് ഞാൻ 1 സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ നെയ്യില്ല എങ്കിൽ നെയ്ക്ക് പകരം നമുക്ക് ബട്ടർ എടുക്കാം. ബട്ടർ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബട്ടറിൽ ഉപ്പുള്ള ബട്ടറും ഉണ്ട്, ഉപ്പില്ലാത്ത ബട്ടറും ഉണ്ട്. അപ്പം നമ്മൾ ഉപ്പില്ലാത്ത ബട്ടർ വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന 1 സ്പൂൺ നെയ്യാണ്. ഞാനൊരു ചെറിയ സ്പൂണിലാണ് എടുത്തിരിക്കുന്നത്. ചെറിയ സ്പൂണിൽ 1 സ്പൂൺ നെയ്യ്. ഇനി വലിയ സ്പൂണാണെങ്കിൽ 1/2 സ്പൂൺ മതി കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഇത് കട്ടയായിട്ട് തന്നെ കിടക്കും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കട്ട മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് ഡബിൾ ബോയിലിങ് ചെയ്യും. ഡബിൾ ബോയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇത് താത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇത് ഈ ഒരു മിക്സ് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അത് മെൽറ്റ് ആയിക്കൊള്ളും കേട്ടോ. ഇതിപ്പം നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ നെയ്യ് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ്. 1 സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരിപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് തരിതരിയുള്ള അരിപ്പൊടി എടുക്കാനായിട്ട് പാടില്ല. നല്ല ഫൈൻ പൊടിയായിട്ടുള്ള പൊടി വേണം എടുക്കാനായിട്ട്. പത്തിരിപ്പൊടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വാട്ടർ കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. നമ്മളിത് ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 7 ദിവസം വരെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല എഫക്റ്റീവ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. നമ്മൾ പിന്നെ 2 സ്റ്റെപ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് ഫേസ് മസാജ് ചെയ്യും, അതിനുശേഷം ഇതേ ഫേസ് പാക്ക് തന്നെ ഒന്നും കൂടെ ഡബിൾ ലെയർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിനി ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. പിഗ്മെൻറ്റേഷൻ ഉള്ളവർ ഇത് എന്താണെങ്കിലും 1 മാസം കണ്ടിന്യൂസ് ട്രൈ ചെയ്ത് നോക്കുക. പിഗ്മെൻറ്റേഷൻ ഇല്ലാത്തവർക്കും ഇത് ചെയ്യാം കേട്ടോ. സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്യുക. നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ എവിടെയാണോ കൂടുതലായിട്ടുള്ളത് അവിടെ നന്നായിട്ട് റബ്ബ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഒന്ന് കുറയ്ക്കാനായിട്ടും സോഫ്റ്റ് ആവാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിത് മസാജ് ചെയ്ത് കഴിഞ്ഞു. മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ലെയറും കൂടെ ഇതിന് പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. അപ്പോൾ ഇനി വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇതൊരു 20 മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പയറുപൊടി യൂസ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. അപ്പം ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. നിങ്ങൾ എന്താണെങ്കിലും ഒരു 7 ഡേയ്സ് കണ്ടിന്യൂസ് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് ഉണ്ടാകും. ഒരു 7 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ ആ ഒരു പിഗ്മെൻറ്റേഷൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടാകും കേട്ടോ. പിന്നെ പിഗ്മെൻറ്റേഷൻ ഇല്ലാത്തവർക്കും ഇത് ചെയ്യാം. പിഗ്മെൻറ്റേഷൻ ഇല്ലാത്തവർക്ക് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ചുളികൾ മാറാനായിട്ടും അതേപോലെ തന്നെ ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.